ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗുലാബ് ജാമുനാണ്. ഗുലാബ് ജാമുന് നല്ല ടേസ്റ്റുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അധികം പറയുന്നില്ല, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തു. അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുപ്പിൽ വെച്ച് ഗുലാബ് ജാമിന് വേണ്ട സിറപ്പ് തയ്യാറാക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം തിളച്ച് വരുന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിനു വേണ്ടി ഇവിടെ ഞാൻ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാ സൈഡും കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് ജാറിലിട്ട് അടിച്ചെടുക്കണം. ഇതിനായി ജാറെടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സിറപ്പ് ആയിട്ടുണ്ടാവും. അതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മൾ പൊടിച്ച ബ്രെഡിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടിയാണ്, അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കും, അതൊന്നും ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല കട്ടിയിലായി തന്നെ കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാൽപ്പൊടിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് വേണം കുഴക്കാൻ. ഇനി ഇതിലേക്ക് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഉരുളകളാക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ. നമുക്കിതിനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ചെറുതാക്കണം. നമ്മളിപ്പോൾ ഇത് സിറപ്പിലിട്ട് വെക്കുമ്പോൾ ഒന്നുകൂടെ ഇത് വേർത്ത് വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. ഉരുളകൾക്ക് നന്നായി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിലേക്ക് ഇട്ടിട്ട് പൊരിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ, അതും കൂടി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തപാട് അത് മറിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് മാറിയത് മനസ്സിലാവുന്നുണ്ടാവും. അതുമല്ല, ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. കളറ് വേഗം മാറുന്നത് കൊണ്ട് എല്ലായിടത്തും നമുക്ക് ഒരുപോലെ കളറ് ചേഞ്ച് ആവണം. അപ്പോൾ അതിനായി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതായി കിട്ടും.
അപ്പോൾ ഈ ഒരു കളറായിട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് നേരെ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. സിറപ്പിന് ചെറിയ ചൂട് വേണം. എൻ്റെ ചൂടാറിയത് കൊണ്ട് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുക്കാം. ഗുലാബ് ജാമുൻ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു രാത്രി ഫുള്ള് ഞാൻ ഈ സിറപ്പിലിട്ട് വെച്ചു. ഇപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇനി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം. ഇതൊന്നുകൂടെ കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഉരുളകളാണ് ആക്കിയത്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ഗുലാബ് ജാമുൻ റെഡിയായി. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.